നമസ്കാരം. കുന്നത്തുനാട് MLA അഡ്വക്കേറ്റ് PV ശ്രീനിധനെ ജാതീയപരമായി ആക്ഷേപിച്ച ആഭാസ പ്രസംഗം നടത്തിയ കിറ്റെക്സ് MD സാബു M ജേക്കബിനെതിരെ ഇന്ന് PKS നടത്തിയത് ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള വലിയ പ്രതിഷേധ ധർണയാണ്. ഏകദേശം 10,000-കണക്കിന് ആളുകളാണ് ഇന്ന് സാബു M ജേക്കബിന്റെ വീട്ടുപടിക്കലേക്ക് ഒഴുകിയെത്തിയത് പ്രതിഷേധവുമായി. വീട്ടുപടിക്കൽ പോലീസ് തടഞ്ഞുവെങ്കിലും പ്രതിഷേധക്കാർ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ദളിതരെ കാണുമ്പോൾ, കറുത്തവരെ കാണുമ്പോൾ നിനക്കെന്താ ഇത്ര ചൊറിച്ചിൽ എന്ന് തന്നെയാണ് PKS ചോദിച്ചത്. ഇത് താക്കീത് മാത്രമാണ് സാബു എന്നും അവർ പറഞ്ഞു വെച്ചു. PKSന്റെ സംസ്ഥാന സെക്രട്ടറിയും ex-MP കൂടിയുമായ K സോമപ്രസാദ് സാബു M ജേക്കബിന്റെ കരണം പുകയ്ക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് വീട്ടുപടിക്കൽ കാഴ്ചവെച്ചത്. സാബുവിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ഒരു 4-5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന, ഒരു 3-4 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ കേൾക്കാൻ എനിക്ക് വാസ്തവത്തിൽ ഒരു മനുഷ്യനായി പിറന്നു വീഴുന്ന ഒരാളിന് അങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇത്രയും മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കാൻ ഒരാൾ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ 7 അയലത്തൂടെ പോയിട്ടുള്ള ഒരാളിന് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്നുള്ളത് ആ വീഡിയോ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രസംഗം കേട്ടിട്ടുള്ള ആളുകൾ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാവണം. ആ പ്രസംഗം നടക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഇരുന്ന് ചില ആളുകൾ കൈയടിക്കുന്ന ശബ്ദവും ആ വീഡിയോയിലൂടെ കേട്ടു. അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. സഹാവ് ശ്രീനിധൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കർത്തവ്യങ്ങൾ, കടമകൾ നിർവഹിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ ഭാഗമായി സ്വാഭാവികമായും അദ്ദേഹത്തിന് പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ ഓഫീസുകളിലും ഒക്കെ തന്നെ പോകേണ്ടി വരും. ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ ഈ 2020 എന്ന് പറയുന്ന ഈ ഇട്ടാറ വട്ടത്തിൽ മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഈ പഞ്ചായത്ത് ഉൾപ്പെടെ 2020 ഭരിക്കുന്ന 2-3 പഞ്ചായത്തുകളിൽ ശ്രീനിധൻ കയറാൻ പാടില്ല, അവിടുത്തെ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെടാൻ പാടില്ല, അവിടുത്തെ പഞ്ചായത്തിൽ ഒരു കാര്യവും നടത്താൻ പാടില്ല എന്ന് നിഷ്കർഷിക്കാൻ ആർക്കാണ് അവകാശം? ആർക്കാണ് അങ്ങനെ അവകാശം സാബുവിന് കൊടുത്തിട്ടുള്ളത്? ഒരു MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനുള്ള ശ്രീനിധന്റെ അവകാശത്തെ തടയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് നിയമപരമായും അല്ലാതെയും നേരിടാൻ ഞങ്ങളുടെ ആരുടെയും സഹായം കൂടാതെ തന്നെ ശ്രീനിധന് കഴിയുന്നതാണ്. അവിടെ തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഞങ്ങൾക്ക് സുഖമായിട്ട് ഈ പരിപാടികൾ നടത്തി ഇവിടെ സിവിലിയനെ ചീത്ത പറഞ്ഞ്, പട്ടികജാതിക്കാരെ ചീത്ത പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഒരു കുഴപ്പവും കൂടാതെ ജീവിതം മുന്നോട്ട് പോയി കളയാം അല്ലെങ്കിൽ കൊണ്ടുപോകാൻ എന്നൊക്കെ നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിഗത സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ ഒരു ചൊല്ലുണ്ട്, എന്താണെന്നറിയാം? കുണ്ടുകുലിക്ക് പക്ഷിയുടെ കഥ. എറണാകുളത്ത് ആർക്ക് അറിയാവുന്നറിയത്തില്ല. ഈ വേനൽക്കാലമാകുമ്പോൾ ഈ വയലിലെല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ പണ്ട് കാലത്താണ് ഈ മമ്പട്ടിയും കുന്താരിയും ഉപയോഗിച്ചുകൊണ്ട് ഈ നിലമെല്ലാം കിളച്ചിടും. ഉണക്കുകാലമാണ് സ്വാഭാവികമായിട്ടും അതിന് അങ്ങനെ കളച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മൺകട്ടകളെല്ലാം ഈ നിലത്തിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ അവിടെ വന്നിരുന്ന് ചില പക്ഷികൾ ചില മൺകട്ടയുടെ പുറത്തിരിക്കുമ്പോൾ കട്ട ഒന്നനങ്ങും. കട്ട അനങ്ങുമ്പോൾ പക്ഷി വിചാരിച്ചിരിക്കുന്ന ഭൂമി മുഴുവൻ കുലുങ്ങാണെന്നാണ്. മനസ്സിലായില്ലേ? അതാണ് ആ കഥയുടെ പിന്നിൽ, ആ സംഭവത്തിന്റെ പിന്നില്. പക്ഷി വിചാരിച്ചിരിക്കുന്ന ഭൂമി മുഴുവൻ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ആ പക്ഷി ചെന്നിരിക്കുമ്പോ ആ ചെറിയ മൺകട്ട ഒന്ന് അനങ്ങുകയാണ്. മൺകട്ട മാത്രമേ അനങ്ങുന്നുള്ളൂ, ഭൂമിയൊന്നും അനങ്ങുന്നില്ല. ആ കുണ്ടൂലിക്ക് പക്ഷിയുടെ ഭൂമി മുഴുവൻ കുലുങ്ങുകയാണ് എന്നുള്ള നിലയിൽ നിങ്ങൾ ധരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ സാബു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ഉള്ള സമര പരിപാടികൾ പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിതമാവും. ശ്രീനിധൻ ഒറ്റയ്ക്കല്ല. ശ്രീനിധനെ ഇവിടെ തിരഞ്ഞെടുത്ത ആയിരക്കണക്കിന് വരുന്ന നമ്മുടെ ഇവിടുത്തെ സമ്പ്രദായകർ, അതോടൊപ്പം തന്നെ ശ്രീധരൻ വോട്ട് ചെയ്തില്ലെങ്കിലും ശ്രീധരനെ ഇഷ്ടപ്പെടുന്ന MLA എന്നുള്ള നിലയിൽ അംഗീകരിക്കുന്ന ഈ നിയോജക മണ്ഡലത്തിലെ 1000-കണക്കിന് 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ, അവരെല്ലാവരും
യാഥാർത്ഥ്യം, സത്യം നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ, വായില്ലാത്ത ഒരു കോടാലി പോലെ ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം. അതെല്ലാം നാട്ടിലെ ആളുകൾ കേട്ട് സഹിച്ച് തന്റെ തനിക്ക് യാതൊരു കേടും കൂടാതെ മുന്നോട്ട് പോകാമെന്നാണ് സാബു വിചാരിക്കുന്നതെങ്കിൽ ആ തടി കേടാവുന്ന തീരുമാനം എടുപ്പിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളെ വഴിയിൽ തടയാൻ, നിങ്ങളുടെ ഒരു വണ്ടിയും നിങ്ങളുടെ ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ അതൊക്കെ ഏർപ്പാടുണ്ടാക്കാൻ കഴിയുന്ന പ്രസ്ഥാനം തന്നെയാണ് PKS. ഞങ്ങളിപ്പോ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഗവർണർ വാഴവിടുന്നു കേരളത്തിൽ. അതിനേക്കാൾ വലിയ ആളാണോ സാബു? ഞാൻ ചോദിക്കുകയാണ്. ഗവർണർ വാഴവിടുകയാണ് കേരളത്തിൽ. ഞങ്ങളാരും ഇറങ്ങിയിട്ടില്ല. കേരളത്തിലെ വിദ്യാർത്ഥികളെ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. എന്നിട്ടും എന്റെ ഗവർണർ വാഴവിടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ആവശ്യമില്ലാത്ത പണികളൊന്നും ചെയ്യിക്കാൻ നിങ്ങൾ തയ്യാറാകരുത്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വളരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. അവരവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടത്. RS-കാരനാണെങ്കിലും അയാളെ കയറി വെട്ടിക്കൊന്ന മുഴുവൻ പ്രതികളെയും ഇന്നിപ്പോ മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ഇന്നത്തെ കോടതി. മരണശിക്ഷയ്ക്ക് വിധിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ട് കൃത്യമായി അന്വേഷണം നടത്തി യാതൊരു തരത്തിലുള്ള ലൂപ്പ് ഹോൾസും ഇല്ലാതെ കൃത്യമായി കോടതിയിൽ കേസ് നടത്തിയാൽ മാത്രമേ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കേസ് നടത്താൻ കേരളത്തിലെ പോലീസ് ആ കുറ്റപത്രം തയ്യാറാക്കാൻ, അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ, അതിന്റെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ, കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ പോലീസ് സത്യസന്ധമായി അന്വേഷിച്ച് എല്ലാ പിഴവുകളുമില്ലാത്ത രൂപത്തിൽ കോടതിയിൽ ആ കേസ് പോലീസ് പ്രസന്റ് ചെയ്തുകൊണ്ട് കൂടിയാണ് കോടതിക്ക് ശിക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ പോലീസിനെ ഞങ്ങൾ അത്ര അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. കേരളത്തിലെ പോലീസ് ലോകത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ, പോലീസ് സേനയിൽ, ലോകത്തിലെ തന്നെ പോലീസ് സേനയിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന പോലീസ് സേനകളിൽ ഒന്നാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ നിർവഹിക്കേണ്ട കടമ നിർവഹിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ അസ്ഥാനത്താക്കുന്നതിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിയമപരമായി നടപടി സ്വീകരിക്കാൻ തയ്യാറാവണം. SC/ST അട്രോസിറ്റീസ് ആക്ടിന്റെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസെടുത്ത പോലീസ് സാബുവിനെ അറസ്റ്റ് ചെയ്ത് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണം. അതുപോലെ തന്നെ ഈ സാധാരണഗതിയിൽ പട്ടിക്ക് വേ പിടിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കെല്ലാം അറിയാം. പട്ടിക്ക് വേ പിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കെല്ലാം അറിയാം. അതിനെ അങ്ങനെ റോഡിലൂടെ നാട്ടുകാരെ എല്ലാം കടിക്കാൻ വേണ്ടി അഴിച്ചുവിടുകയല്ലല്ലോ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ, നിയമപരമായി കൈകാര്യം ചെയ്യാൻ ബന്ധപ്പെട്ട ആളുകളും കൂടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു സൂചനാ സമരം മാത്രമാണ്. സാബു ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും, കുറച്ച് പട്ടികജാതിക്കാരന്മാര് അവന്മാരെല്ലാം കൂടെ വന്ന് പഞ്ചായത്ത് ഓഫീസിൽ, കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ വന്ന് നട്ടപ്പാട് വെയിലത്ത് 2 പ്രസംഗം നടത്തിക്കൊണ്ട് പോയിക്കോളെ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല സാബു സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടുണ്ടാവുന്ന ദുരൂഹത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്തേണ്ടി വരും. ഞങ്ങളെ അതിന് നിർബന്ധിക്കരുത്. അവിടെ PKSന്റെ മിക്ക പ്രവർത്തകരും അതിശക്തമായുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ സമയങ്ങളിലൊക്കെ സാബു ജേക്കബ് ആ വീടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.